പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാനൊരു മുൻ SFIക്കാരൻ പോലും അല്ലാത്തത് കൊണ്ട് എനിക്ക് ഈ അഭിവാദ്യങ്ങളുടെ രൂപമൊന്നും വലിയ പിടുത്തമില്ല. ഞാൻ പഠിച്ച കോളേജിലൊക്കെ SFI ഉണ്ടായിരുന്നു, പക്ഷേ ഞാനൊരു SFIക്കാരനായിരുന്നില്ല. പക്ഷെ വന്നു ഇപ്പം കേരളത്തിൽ രണ്ട് വർത്തമാനം പറയുകയാണെങ്കിൽ SFIക്കാർ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു അവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ അകത്ത് വേറൊരു പ്രശ്നം കൂടി കാണുന്നുണ്ട്. ഇപ്പോൾ SFIക്കാർ സമരം ചെയ്യാൻ വേണ്ടി പോകുമ്പം നിങ്ങൾ തല്ല് മേടിക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ ആരുടെയും വീട്ടിലേക്ക് സ്വത്ത് വീതം വെച്ച് കിട്ടാൻ വേണ്ടിയിട്ടല്ല. പക്ഷേ ഞാൻ കാണുന്ന പലതരത്തിലുള്ള പ്രതികരണങ്ങൾ, അയ്യോ തല്ല് മേടിച്ചപ്പോൾ ഇവർക്ക് പോയല്ലോ, ഇവരുടെ വീട്ടുകാർക്ക് പോയല്ലോ എന്നാണ് ഞാൻ കാണുന്നത്. പണ്ട് AK ആൻ്റണി ഒരെണ്ണ സമരം നടത്തിയപ്പോഴും വിമോചന സമരം നടത്തിയപ്പോഴും നമ്മുടെ ആലപ്പുഴയിലെ MLA തല്ല് മേടിച്ചപ്പോഴും ഈ വർത്തമാനം നമ്മൾ കേട്ടില്ല. SFIക്കാർ തല്ല് വാങ്ങുമ്പോൾ മാത്രമാണ് ഈ വർത്തമാനം, അയ്യോ അവരുടെ പേരൻസിന് പോയല്ലോ, ഈ പിള്ളേരുടെ വിദ്യാഭ്യാസം എന്താകും എന്നുള്ളത് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് വലിയ ഒരു ആകുലതയായിട്ട് വരുന്നത്. നിങ്ങളത് പരിഗണിക്കുന്നില്ല എന്നുള്ളതിൽ എനിക്ക് വലിയ ആശ്വാസവും സന്തോഷവുമുണ്ട്. അതിന് നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. ഇത് നീറ്റ് പരീക്ഷ, CBSEയുടെ 12ാം ക്ലാസ്, അതിനുശേഷം കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്, ഈ 3 പരീക്ഷകൾ ഈ വർഷം നമ്മുടെയൊക്കെ നാടൻ ഭാഷയിൽ പറഞ്ഞ കുളവായി കിടക്കുകയാണ്. ഇത് ഒരു സാധാരണ സംഭവമല്ല. നമ്മളിതിനകത്ത് കാണേണ്ടത്, നീറ്റ് പരീക്ഷയ്ക്ക് ഇതിനു മുമ്പും ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ചോദ്യപേപ്പർ ചോർന്നതായിട്ടൊക്കെ നമ്മൾ വാർത്തകൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അത് സംഭവിക്കുന്നത് ഏതെങ്കിലും റിമോട്ടായിട്ടുള്ള ഒരു സ്ഥലത്തുള്ള ഒരു സെൻറ്ററിൽ ചോദ്യപേപ്പർ രാത്രിയിൽ അത് വെക്കുന്ന ലോക്കറിൽ നിന്ന് മോഷ്ടിച്ചെടുത്ത് അത് ലോക്കലി വിറ്റ് പണമുണ്ടാക്കുന്ന ഒരു ചെറിയ കോട്ടറിയെക്കുറിച്ചാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഇത് പക്ഷേ അങ്ങനെയല്ല. ഇത് ഈ ടെസ്റ്റ് നടത്തുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി സെറ്റ് ചെയ്ത, ഈ ചോദ്യപേപ്പർ സെറ്റ് ചെയ്ത അധ്യാപകർ ഇതിൽ വിൽക്കുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഏറ്റവും കേന്ദ്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം അത് ദുർബലമായി കൊണ്ടിരിക്കുന്നു. അവിടുത്തെ സെറ്റ്, അവിടുത്തെ കൺട്രോൾ അത് ദുർബലമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് അതിനെ നിയന്ത്രിക്കുന്ന സർക്കാർ ദുർബലമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രി സാധാരണഗതിയിൽ സംസാരിക്കുമ്പോൾ പറയുന്നൊരു വർത്തമാനമുണ്ട്, ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്. അതായത് നമ്മുടെ രാജ്യത്തെ പകുതിയിലധികം ആളുകൾ 30-ൽ താഴെ പ്രായമുള്ള ആളുകളാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ അങ്ങനത്തെ ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ സ്വപ്നതുല്യമായ രാജ്യമാണ്. കാരണം ജോലി ചെയ്യാൻ, ഇക്കണോമിയുടെ ഭാഗമാകാൻ തയ്യാറുള്ള വലിയൊരു വിഭാഗം മനുഷ്യർ, വലിയൊരു ജനം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ എന്താണ് സർക്കാർ അവർക്ക് വേണ്ടി ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് ഇവരുടെ വർത്തമാനത്തിൻ്റെ പൊള്ളത്തരം നമുക്ക് മനസ്സിലാകുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോൾ ഒരു നീറ്റ് പരീക്ഷ, അത് വരേണ്യ മനുഷ്യരുടെ പരീക്ഷയല്ല. നമ്മുടെ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്ക് അവരുടെ അപ്വേർഡ് മൊബിലിറ്റി, അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനുള്ള മെറിറ്റോറിയസ് ആയിട്ടുള്ള മനുഷ്യരെ, ഏറ്റവും താഴെ കിടക്കുന്ന മനുഷ്യരെ മുമ്പോട്ട് കൊണ്ടുവരാനുള്ള ഒരു പരീക്ഷയുടെ ഭാഗമാണ്. അതിൻ്റെ അകത്ത് പ്രശ്നങ്ങളുണ്ട്, എൻട്രൻസ് എക്സാമിനേഷൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ കൂടി മെറിറ്റുള്ള ഒരു കുട്ടിക്ക് മുൻപോട്ട് വരാനുള്ള ഒരവസരമാണ്. ആ അവസരം എത്ര ലാഘവത്തോടു കൂടിയാണ് അത് മുഴുവൻ അലമ്പാക്കി കഴിഞ്ഞിട്ട് ഒന്നും നടന്നിട്ടില്ല എന്നുള്ള മട്ടിൽ നമ്മുടെ നാട്ടിലെ പ്രധാനമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും നടക്കുന്നത്. അദ്ദേഹം നാടുനീളെ നടന്ന് RSSൻ്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അജണ്ട, അവരുടെ 3 ത്രിഭാഷ പോളിസി, ഇത് മുഴുവൻ രാജ്യം മുഴുവൻ നടപ്പാക്കാൻ വേണ്ടി പാഞ്ഞു നടക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഈ കുട്ടികളുടെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനിലേക്ക് പോകേണ്ട 12ാം ക്ലാസ് പരീക്ഷ എഴുതിയ കുട്ടികൾക്ക് അവരുടെ ഉത്തരപേപ്പർ അല്ല കിട്ടുന്നത്, അതല്ല വാല്യൂ ചെയ്തിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ലോകത്തിലേക്ക് ഇന്ന് ലോകത്തിൻ്റെ മുമ്പിൽ ഇന്ത്യ ഒരു പരിഹാസപാത്രമായി നിൽക്കുന്നതിൻ്റെ കാരണങ്ങളിലൊന്ന് ഈ ചില്ലറ എക്സാമിനേഷൻ നടത്താൻ പറ്റാതെ പോകുന്നു എന്നുള്ളതാണ്. ഇതൊരു ചെറിയ കാര്യമല്ല. നമ്മൾ കണക്കാക്കേണ്ടത്, നിങ്ങൾ ഒക്കെ നിങ്ങളുടെ പേരൻസ് ഉണ്ടാകുന്ന അവരുടെ ചെറുപ്പകാലത്ത്, വെച്ചാൽ എൻ്റെ പ്രായമുള്ള മനുഷ്യരുടെ കുഞ്ഞായിരിക്കുന്ന 70കളിൽ ഇന്ത്യയിൽ ഇങ്ങനത്തെ ഒരു വിശേഷമുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ ഒരു സാമ്പത്തിക ക്രമത്തിൻ്റെ ഭാഗമായി ഒരു പ്രശ്നമുണ്ടാകുന്നു. അത് ക്യാമ്പസുകളിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ക്യാമ്പസിലെ കുട്ടികൾക്ക് മനസ്സിലാകുന്നു ഇതിൻ്റെ പിറകിലുള്ളത് ഞങ്ങളുടെ താല്പര്യമല്ല, ഇത് ഭരണവർഗത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി ഞങ്ങളെ ബലിയാടുകളാക്കുകയാണ് എന്ന് ഗുജറാത്ത് യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾ തിരിച്ചറിയുന്നു.
അവരുടെ മെസ് ഫീസ് കൂട്ടിയപ്പോൾ അവർ സമരവുമായി പുറത്തേക്ക് ഇറങ്ങുന്നു. ആ സമരം ബീഹാറിലേക്ക് കത്തിപ്പടരുന്നു. ആ സമരത്തിൽ വിദ്യാർത്ഥികൾ ചെന്ന് ജയപ്രകാശ് നാരായണനെ വിളിച്ചുകൊണ്ട് വരുമ്പോഴാണ് അടിയന്തരാവസ്ഥയ്ക്കെതിരെയുള്ള വലിയ സമരം നമ്മുടെ നാട്ടിൽ നടന്നതും അടിയന്തരാവസ്ഥയെ ഈ നാട്ടിലെ ജനങ്ങൾ ഇല്ലാണ്ടാക്കിയത്. ഇത് ചരിത്രമാണ്. ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ നേരിടാൻ കൂടിയാണ് അടിയന്തരാവസ്ഥ ഉണ്ടായത്. വലിയ റെയിൽവേ സമരങ്ങളുണ്ടായി. നമ്മുടെ നാട്ടിൽ ജനങ്ങളോട് അക്കൗണ്ടബിളായിട്ടുള്ള ഭരണകൂടം മാത്രം മതി എന്ന് ഭരണകൂടത്തോട് പറയാൻ വിദ്യാർത്ഥികളായിരുന്നു മുമ്പിലുണ്ടായിരുന്നത്. ഇപ്പം പക്ഷേ വിദ്യാർത്ഥികൾ ഇറങ്ങുമ്പോൾ വലിയ പ്രശ്നമാണ് നമ്മുടെ സമൂഹത്തിൽ. ഇപ്പം ഞാനത് പലപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം അത് തിന്നിട്ട് എല്ലിൻ്റെ ഇടയ്ക്ക് കുത്തുന്നതെന്ന് നമ്മൾ നാടൻ ഭാഷയെ പറയും. സമൂഹത്തിൽ ഇതിന് നമുക്ക് മുമ്പേ പോയ മനുഷ്യർ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കി വെച്ചിരിക്കുന്ന സൗകര്യങ്ങളൊക്കെ യഥാവിധി അനുഭവിച്ചിട്ടും ജീവിതത്തിൽ ഇനി പ്രത്യേകിച്ച് ടെൻഷനൊന്നുമില്ല എന്ന് കണ്ടു കഴിയുമ്പം മറ്റ് ലൂയി നാലാമൻ്റെ ഭാര്യ പറഞ്ഞതുപോലെ അവർക്ക് അപ്പമില്ല, അവർക്ക് ബ്രെഡില്ലെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് കേക്ക് കഴിച്ചുകൂടാ എന്നുള്ള മട്ടിൽ ചോദ്യം ചോദിക്കുന്ന അരാഷ്ട്രീയ കോമരങ്ങൾ ബുദ്ധിജീവികളായിട്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമ്മുടെ ഇടയ്ക്കൂടെ നടക്കുന്നുണ്ട്. നിങ്ങൾ വേണം അവരെ വിചാരണ ചെയ്യാൻ. ഈ ക്രിമിനൽ കൂട്ടത്തെ വിചാരണ ചെയ്യാൻ നിങ്ങൾ വേണം. സമരം ചെയ്യുക എന്നുള്ളത് മനുഷ്യൻ അവൻ്റെ അടിസ്ഥാനപരമായ ചോദനകളിലൊന്നാണ്. നിലനിൽക്കുന്ന സമ്പ്രദായം അനീതി നിറഞ്ഞതാണ് എങ്കിൽ അതിനെ ചോദ്യം ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ പണിയാണ്, നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് നിങ്ങൾ ഈ അരാഷ്ട്രീയ ബുദ്ധിജീവി കൂട്ടത്തോട് പറയേണ്ടതുണ്ട്. ഞങ്ങൾ സമരം ചെയ്യുന്നുണ്ട് എങ്കിൽ, ഞങ്ങൾ തല്ല് മേടിക്കുന്നുണ്ട് എങ്കിൽ ഞങ്ങൾക്ക് മുമ്പേ പോയവർ വാങ്ങിയ തല്ലിൻ്റെ ബാക്കി കൊണ്ടാണ്. 100 വർഷം മുമ്പ് ഈ കേരളത്തിൽ വൈക്കം സത്യാഗ്രഹം നടന്നത് എന്തിനായിരുന്നു? വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി. നിങ്ങളാരും വിചാരിക്കരുത് ഈ കേരളം ഇങ്ങനെ തന്നെ ആയിരുന്നു എല്ലാ കാലത്തും എന്നുള്ളത്. നിങ്ങളുടെ മഹാരാജാസ് കോളേജിൽ നിങ്ങൾ പഠിക്കുമ്പം നിങ്ങളുടെ ഒപ്പം ഇരിക്കുന്ന പലരും 100 വർഷം മുമ്പാണെങ്കിൽ അവർക്കൊരു കോളേജിന് പഠിച്ചവിട്ടാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരുന്നു. കഷ്ടപ്പെട്ടെടുത്ത് ഉണ്ടാക്കിയെടുത്താണ് ഈ കാര്യങ്ങളൊക്കെ. അത് വെറുതെ ആരും തന്നതല്ല. അത് സമരം ചെയ്ത് മനുഷ്യർ മരിച്ചു പോയിട്ട് കൂടി കിട്ടിയ കാര്യങ്ങളാണ്. വൈക്കത്തൊരു ദളവാക്കുളമുണ്ട്, നിങ്ങൾക്കറിയാം. അതിലൂടെ വഴി നടക്കാൻ പോയ മനുഷ്യരെ വെട്ടിയെരിഞ്ഞ് കൊന്നിട്ട ഇതാണ്. 150 വർഷമേ ഉള്ളൂ അവിടെ. നിങ്ങൾ വിചാരിക്കരുത് ഇതൊക്കെ ലോകാവസാനം മുതൽ തുടങ്ങും മുതൽ ഇങ്ങനെ ആയിരുന്നു, ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന്. അങ്ങനെയല്ലത്. ഓരോ ദിവസവും ഈ വ്യവസ്ഥയെങ്കിലും നിലനിന്ന് കിട്ടണമെങ്കിൽ നിങ്ങളും ഞാനും സമരം ചെയ്തേ പറ്റും. ആ സമരം എന്നുള്ളത് അതിനെ ഒരുതരം ട്രാഷ് ചെയ്യുന്ന തരത്തിലുള്ള വർത്തമാനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ അതിനെ കൂടി എതിർക്കാനുള്ള, അതൊരു അസംബന്ധമാണ് എന്ന് പറയാനുള്ള, അത് മനുഷ്യരെ കൺവിൻസ് ചെയ്യാനുള്ള ഒരു ടൂൾ കൂടി കണ്ടുപിടിക്കണം. എന്നിട്ട് ഈ മനുഷ്യരോട് പറയണം, നിങ്ങളുടെ ഫ്ലാറ്റിൻ്റെ, നിങ്ങളുടെ 3400 സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ എയർ കണ്ടീഷൻ്റെ മുറിയിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ ഈ വർത്തമാനം പറയുമ്പം നിങ്ങൾ ആരുടെ ചെലവിലാണ് അവിടെ ഇരുന്ന് ഈ വർത്തമാനം പറയുന്നത്? എത്ര തലമുറ മുമ്പ് നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി 3 നേരത്ത്? എത്ര തലമുറ മുമ്പാണ് നിങ്ങൾക്ക് അക്ഷരാഭ്യാസം കിട്ടിയത്? ഈ പറയുന്ന പലരും ഞാനതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ SFIയുടെ സമരത്തെ, ഇടതുപക്ഷ മുന്നണിയിലെ വിദ്യാർത്ഥി സംഘങ്ങളുടെ സമരത്തെ, ഇടതുപക്ഷങ്ങളുടെ സമരത്തെ മുഴുവൻ ട്രാഷ് ചെയ്യാൻ, അതിനെ പരിഹസിക്കാനുള്ള ഒരു പുതിയ കലാപരിപാടി കേരളത്തിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിനെ അഡ്രസ്സ് ചെയ്യാനും കൂടി നിങ്ങൾക്കൊരു ഉത്തരവാദിത്തമുണ്ട്. ഒരു സമരം എന്നാൽ നിലനിൽക്കുന്ന മിനിമമായിട്ടുള്ള കാര്യങ്ങളെങ്കിലും നമുക്ക് കിട്ടാനും ഇനി അതിലേക്ക് കൂടുതൽ വഷളായി പോകാതിരിക്കാനുള്ള ഉത്തരവാദിത്തം. എന്തുകൊണ്ടാണ് ഈ പരീക്ഷയുടെ പേരിൽ ഈ നാട്ടിലെ കുട്ടികൾ മുഴുവൻ ഇറങ്ങിയിരിക്കുന്നത്? ഇപ്പം കോക്രോച്ചുകളുടെ കാര്യം പറഞ്ഞു. എത്ര കാഷ്വലായിട്ടാണ് നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് ശരിക്കും ഹരിയാനയിലെ ഒരു നാട്ടുപ്രദേശത്തു നിന്ന് വരുന്ന ഒരാളാണ്. ഞാനും നിങ്ങളുമൊക്കെ സംസാരിക്കുന്ന വളരെ സാധാരണ ഭാഷ സംസാരിക്കുന്ന വളരെ സാധാരണ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരു മനുഷ്യനാണ് ചീഫ് ജസ്റ്റിസ്. അദ്ദേഹത്തിന് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസായിരുന്നു നോക്കുമ്പം നമ്മുടെ നാട്ടിലെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ കോക്രോച്ചുകളായിട്ട് അദ്ദേഹത്തിന് തോന്നുകയാണ്. ആ തോന്നൽ വെറുതെ ഉള്ളൊരു തോന്നലല്ല. ആ തോന്നൽ വരുന്നത് അദ്ദേഹം ഇടപെടുന്ന ഒരു സമൂഹത്തിന് ചില മനുഷ്യർ കോക്രോച്ചുകളായി, ലെസ് ദാൻ ഹ്യൂമൻ, മനുഷ്യരിൽ താഴെയുള്ളവരായിട്ട് അവർക്ക് തോന്നുകയാണ്. ഇവരെന്തിനാണ് ഇതിലേക്കൂടെ പറ്റിക്കൂടി നടക്കുന്നത്? ഇവർക്കെന്താണ് കാര്യം? ഈ ലോകം ഞങ്ങളുടേതല്ലേ, ഈ രാജ്യം ഞങ്ങളുടേതല്ലേ എന്ന് അവർക്ക് തോന്നുകയാണ്. അതാണ് ആ ഭാഷണമായിട്ട് തിരിച്ചു വരുന്നത്. ബൈബിളിലൊരു വാക്കുണ്ട്, ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് അധരം സംസാരിക്കുന്നുവെന്ന്. ഒരു വാക്കും വെറുതെ വരുന്നതല്ല. അത് പെൻഡപ്പായിട്ടുള്ള ഒരു ചരിത്ര മുഹൂർത്തത്തിലാണ് ആ വർത്തമാനം വരിക. കോക്രോച്ച് എന്ന് പറയുന്നത്
എന്തുകൊണ്ട് തൊഴിൽ കൊടുക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇപ്പം നമുക്കറിയാം, ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പ്രധാനമന്ത്രി പറയും നമ്മൾ ലോകത്തിലെ 4ാമത്തെ എക്കണോമിയായി, അതിപ്പോൾ തിരിച്ച് 6ാമത്തേതായി. ഇങ്ങനെ പറയുമ്പം വ്യത്യാസം എവിടെയാണെന്ന് ചോദിച്ചാൽ, പെർ ക്യാപിറ്റ GDP എടുക്കുമ്പോൾ നമ്മുടെ രാജ്യം 147 മറ്റാണ്. എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് ജനങ്ങളുള്ളത് കൊണ്ടൊരു GDP ഉണ്ട് എന്നുള്ളതല്ലാതെ സാധാരണ മനുഷ്യൻ്റെ ജീവിതം അതിൻ്റെ കണക്കെടുത്താൽ ലോകത്തിലെ 100 150 സ്ഥാനത്താണ് ഇന്ത്യ നിൽക്കുന്നത്. അതിൻ്റെ പുറത്ത് വേറെ ഏതോ ഒരു രാജ്യം ഉണ്ടാക്കിയിട്ട് ആ രാജ്യത്തിൻ്റെ കണക്കുകളാണ് നമ്മുടെ പ്രധാനമന്ത്രി, നമ്മുടെ ഭരണകൂടവും നമ്മളോട് പറയുന്നത്. അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് നമ്മുടെ രാജ്യത്തിലെ മുഖ്യ ന്യായാധിപൻ പറയുന്നത് ആ കൂട്ടത്തിൽ പെടാത്ത ആളുകൾ അവർക്ക് കൊക്രോച്ചുകളാണ് എന്ന്, അവർക്ക് പാറ്റകളാണ്, കൂറകളാണ് എന്ന് പറയുന്നത്. ഇതൊരു മനോഭാവമാണ്. അത് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിൻ്റെ പീഠം മുതൽ നമ്മുടെ നാട്ടിലെ ഊണുമേശയിലിരുന്ന് വെറുതെ വർത്തമാനം പറയുന്ന മനുഷ്യൻ്റെ അടുത്ത് വരെ ഇത്തരമൊരു ബോധമുണ്ട്. ഈ ബോധത്തിൻ്റെ കുമിള കുത്തിപ്പൊട്ടിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൽ കേരളം എന്ന് പറഞ്ഞൊരു നാട്, ഒരു സംസ്ഥാനം ഇന്ത്യയുടെ ഭാഗമായിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? KCS മണി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, പുന്നപ്ര വയലാർ എന്ന് പറയുന്ന ഒരു സമരം, അതിൽ എത്ര മനുഷ്യരാണ് ഇല്ലാണ്ടായിപ്പോയത്? ഈ കേരളം എന്ന് പറയുന്നത് അതിൻ്റെ ബാക്കിയാണ്. ഇന്ത്യയുടെ ഭാഗമായി കേരളം ഉണ്ടാകുന്നത്, നിങ്ങൾക്ക് ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കാൻ വേണ്ടി പറ്റുന്നത്, ഇന്ത്യക്കാരെന്ന നിലവിൽ പുറത്തേക്ക് പോകാൻ വേണ്ടി പറ്റുന്നത് നമുക്ക് മുമ്പേ പോയ മനുഷ്യർ ചൊരിഞ്ഞ ചോരയുടെ ബാക്കി കൊണ്ടാണ്. നിങ്ങൾ അതിൻ്റെ നേരവകാശികളാണ്. അത് ചെറിയ കാര്യമല്ല. ആ സമര ചരിത്രത്തിൻ്റെ ആ പാരമ്പര്യത്തിന് നേരവകാശികൾ എന്ന നിലയ്ക്കാണ് നിങ്ങൾ കേന്ദ്ര സർക്കാരിലെ ഒരു പ്രധാനപ്പെട്ട മന്ത്രിയെ അക്കൗണ്ടബിൾ ആക്കാൻ വേണ്ടി നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. നിങ്ങളുടെ ആവശ്യം എന്താണ്? വളരെ ലളിതമാണ്. ഈ രാജ്യത്തിലെ ഒരു വിദ്യാർത്ഥിക്ക്, ഒരു 12ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് മെഡിക്കൽ കോളേജിൽ, അതല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ, അതല്ലെങ്കിൽ 12ാം ക്ലാസ് പരീക്ഷ എഴുതുന്ന ഒരു കുട്ടിക്ക് ആ പരീക്ഷ കൃത്യമായി നടക്കുന്നു എന്ന് ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്വം ഇതിൻ്റെ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവായ മന്ത്രിക്കുണ്ട്. ആ പണിയെടുക്കാൻ അയാൾക്കറിയില്ലെങ്കിൽ അയാൾ ഇറങ്ങിപ്പോകണം. നിങ്ങളുടെ ആവശ്യം അത്രയേ ഉള്ളൂ. നിങ്ങൾ അതിൽ തന്നെ പെർസിസ്റ്റ് ചെയ്യണം. 2 കാര്യങ്ങൾ. ഒന്ന്, ആ ആവശ്യം ന്യായമാണ്. ആ ആവശ്യത്തിന് വേണ്ടി ഏതറ്റം വരെയും സമരം ചെയ്യാൻ നിങ്ങളുണ്ടാവണം. 2, സമരം എന്നുള്ളത് വളരെ മോശമാണ് എന്ന് ചിന്തിക്കുന്ന ഈ ചീഫ് ജസ്റ്റിസിൻ്റെ മാതിരിയുള്ള ചിന്തകളുള്ള മനുഷ്യരോട് അത് ശരിയായ കാര്യമല്ല. മനുഷ്യർക്ക് വേണ്ടിയാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്. ഞങ്ങൾ മനുഷ്യരിൽ താഴെയുള്ളവരല്ല. ഞങ്ങളും മനുഷ്യരാണ്. ഞങ്ങൾക്ക് അവകാശങ്ങളുണ്ട്. ഞങ്ങൾക്ക് തൊഴിലില്ലെങ്കിൽ അത് ഞങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമല്ല. അപ്പം നിങ്ങൾ വായിക്കുന്നുണ്ടാവും, ജോബ്ലെസ് ഗ്രോത്ത്, തൊഴിലില്ലാത്ത നമ്മുടെ GDP ഉയരുന്നു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വേഗത്തിൽ വളരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമ്പദ്ഘടനകളിൽ ഒന്ന് ഇന്ത്യയുടേതാണെന്ന് നമ്മുടെ പ്രധാനമന്ത്രി നമ്മളോട് പറയുന്നു. നല്ല കാര്യം, സന്തോഷം. പക്ഷേ എവിടെയാണ് തൊഴിൽ? എവിടെയാണ് കുട്ടികൾക്ക് തൊഴിൽ? ഇതെന്തുകൊണ്ട് വരുന്നില്ല? ഈ തൊഴിൽ എന്തുകൊണ്ട് വരുന്നില്ല? നിങ്ങൾ എന്ത് തരം ഭരണമാണ് ഞങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ചോദ്യം അവരോടാരും ചോദിക്കാനുണ്ടായില്ലെങ്കിൽ അവർ ഈ വഴിയിൽ തന്നെ പോകും. പണ്ട് അടൽ ബിഹാരി വാജ്പേയി എന്ന് പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രിയെക്കുറിച്ചൊരു കഥയുള്ള കാര്യമായിരിക്കും. BJP-കാരനാണെങ്കിലും സാമാന്യം ഹൃദയമുള്ളൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അപ്പം നമ്മുടെ നാട്ടിലെ കൃഷിക്കാർ ഇപ്പം നടത്തുന്ന പോലെ ഒരു സമരം നടത്തുന്നു. ഡൽഹിയിലെ ബോട്ട് ക്ലബ്ബിൽ അവർ ഒരു വലിയ റാലി നടത്തുന്നു. റാലിയുടെ പ്രതിനിധികൾ പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി ചെല്ലുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളിങ്ങനെ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ കൃഷിക്കാർ അവിടെ സമരം ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊന്നും കേൾക്കുന്നില്ലല്ലോ, സമരം ചെയ്യുന്ന മുദ്രാവാക്യം കേൾക്കുന്നില്ലല്ലോ. അപ്പോൾ ഇല്ല, അവരോട് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കേൾക്കുന്നില്ല. എന്താണ് അദ്ദേഹം പറയുന്നത്? ഭരണാധികാരി കേൾക്കെ, അവർ കേൾക്കുന്ന വിധത്തിൽ, അവർ കേൾക്കുന്നത് വരെ സമരം ചെയ്തെങ്കിൽ നമ്മുടെ നാടിന് മുമ്പോട്ട് പോകാൻ പറ്റൂ. ഒരു ഭരണാധികാരിയും ഒരു തീരുമാനവും നമ്മുടെ ആരുടെയും മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച് തരില്ല. മഹാരാജാസ് കോളേജിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ കുട്ടികൾ സമരം ചെയ്യണം. സമരം ചെയ്തെങ്കിലേ വരുമായിരുന്നൊരു കാലമുണ്ടായിരുന്നു. നികുതി കൊടുക്കുന്നവർക്ക് മാത്രം വോട്ടവകാശമുള്ളൊരു കാലമുണ്ടായിരുന്നു. അമേരിക്കയിൽ എന്നാണ് കറുത്ത വർഗ്ഗക്കാരുടെ വോട്ടവകാശം ഉണ്ടായത്? എന്നാണ് സ്ത്രീകൾക്ക് വോട്ടവകാശം ഉണ്ടായത്? ഓരോ തരം അവകാശങ്ങളും നമ്മൾ പിടിച്ചു വാങ്ങുന്നതാണ്. നിങ്ങൾ ഇന്ന് സമരം ചെയ്യാനില്ല എങ്കിൽ നിങ്ങൾക്ക് ശേഷം വരുന്ന കുട്ടികൾ അതീവ ദരിദ്രരായി അവർ തിരിച്ചു പോകും. അവർക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ എണീറ്റ് നിന്ന് അത് ഞങ്ങളുടെ അവകാശമാണ് എന്ന് പറയാൻ നിങ്ങളുണ്ട് എന്നുള്ളതിനെ ഞാൻ അത്യധികം അഭിമാനത്തോടു കൂടി കാണുന്നു. നിങ്ങളുടെ സമരത്തിന് എൻ്റെ അഭിവാദ്യങ്ങൾ. ഈ സമരം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. നിങ്ങളുടെ ആവശ്യം വളരെ ലളിതമാണ്. നിങ്ങളുടെ ഉത്തരവാദിത്തമുള്ള, ഈ നാട്ടിലെ ജനങ്ങളുടെ ഉത്തരവാദിത്തമുള്ള ഒരു മന്ത്രി അയാളുടെ പണി ചെയ്യുന്നില്ല. അയാൾ ലക്ഷക്കണക്കിനായ കുട്ടികളെ അയാൾ അപമാനിച്ചിരിക്കുന്നു. അവരുടെ ജീവിതം
കുട്ടിച്ചോറാക്കിയിരിക്കുന്നു. 6 കുട്ടികൾ ഇപ്പോൾ ആത്മഹത്യ ചെയ്തു വന്നത്. 6 മനുഷ്യർ, 6 കുഞ്ഞുങ്ങൾ അവർ ആത്മഹത്യ ചെയ്തു. 22 ലക്ഷം കുട്ടികൾ എഴുതിയ ഒരു പരീക്ഷ അലമ്പാക്കിക്കളഞ്ഞു. ഒരു മന്ത്രിക്ക് എന്ത് അവകാശമാണ് ആ സ്ഥാനത്ത് തുടരാനെന്നുള്ള ചോദ്യം ഡൽഹി വരെ പുതിയ കർത്തവ്യ പത്തിൽ അതിലപ്പുറത്തും ഇപ്പുറത്തുമായി വന്നിരിക്കുന്ന മന്ത്രി ഓഫീസുകളിൽ പ്രധാനമന്ത്രി കേൾക്കത്തക്ക വിധത്തിൽ ഉറക്കെ മുദ്രാവാക്യം ഈ രാജ്യത്ത് മുഴുവൻ മുഴങ്ങേണ്ടതുണ്ട്. അക്കൂട്ടത്തിൽ SFIയുടെ ശബ്ദം, SFIയിലെ അംഗങ്ങളുടെ ശബ്ദം ഉറക്കെ ഉണ്ടാകും എന്നുള്ള ആഗ്രഹം നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നതിനെ പരിപാടിയിലേക്ക് വിളിച്ചതിന് സംഘാടകരോട് നന്ദി അറിയിക്കുന്നു. താങ്ക്സ്.